വിശുദ്ധ കൊച്ചുത്രേസ്യ വാനിലെ വെള്ളി നക്ഷത്രം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിശുദ്ധി എന്ന് 11-ാം പീയൂസ് മാർപ്പാപ്പയാൽ വിശേഷിക്കപ്പെട്ട വിശുദ്ധ കൊച്ചുത്രേസ്യ ആധുനിക ലോകത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മിഷണറിമാർക്കും, പാവപ്പെട്ടവർക്കും, ധനികർക്കും, കുട്ടികൾക്കും, മുതിർന്നവർക്കും അവൾ എന്നൊരു പ്രചോദനമായി നിൽക്കുന്നു. അവളുടെ ഈ സ്വാധീനത്തെക്കുറിച്ച് കൽക്കട്ടയിലെ വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുന്നു: പല വിശുദ്ധരും നമുക്ക് മുമ്പേ പോയിട്ടുണ്ട്, പക്ഷേ വിശുദ്ധ കൊച്ചുത്രേസ്യ പോലെ എളിമയുള്ളവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവൾ സാധാരണ കാര്യങ്ങൾ അസാധാരണ തീഷ്ണതയോടെ ചെയ്തു. അതിനാലാണ് ഞാൻ അവളുടെ നാമം സ്വീകരിച്ചത്. ഭരണജ്ഞാനത്തെ അൽഫോൻസാമ്മയും വിശുദ്ധ കൊച്ചുത്രേസ്യയാൽ സ്വാധീനിക്കപ്പെടുകയും തൻ്റെ സന്യാസ ജീവിതത്തിൽ ചെറുപുഷ്പത്തിൻ്റെ ആധ്യാത്മിക ശിശുത്വം പാലിക്കുകയും ചെയ്തു. തിരുസഭയുടെ വീക്ഷണത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ വിശുദ്ധിയാണ്. 12-ാം പീയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതുപോലെ ഉണ്ണീശോയുടെ വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് ഒരു പ്രത്യേക ദൗത്യമുണ്ട്, പ്രബോധനമുണ്ട്. കർമ്മലീത്തക്കാരിയായ ഈ വിശുദ്ധിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ന പോലെ അവളുടെ പ്രബോധനവും എളിയതും ലളിതവുമാണ്. ആധ്യാത്മിക ശിശുത്വം എന്ന ഒറ്റവാക്കിൽ അല്ലെങ്കിൽ അതിന് തുല്യമായ കുറുക്കുവഴി എന്നതിൽ അതിനെ സംഗ്രഹിക്കാം. 1925 മെയ് 27-ന് കൊച്ചുത്രേസ്യ വിശുദ്ധി എന്ന റോമിൽ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് വിശുദ്ധിയുടെ ആധ്യാത്മിക ചൈതന്യത്തിൽ ആകൃഷ്ടയായി അങ്കമാലിക്കടുത്ത് മൂക്കന്നൂരിൽ തിരുഹൃദയ അനാഥശാലയിലെ ചെറിയ ചാപ്പലിൽ ചെറുപുഷ്പസ്ഥാപകനായ വിശുദ്ധ റവറൻ ഫാദർ ബസീലിയസ് പണാട്ട് CST വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ചെറുപുഷ്പ ഭക്തിക്ക് കേരളത്തിൽ ആരംഭം കുറിച്ചു. അച്ഛൻ്റെ ജീവിതത്തെയും മിഷണറി പ്രവർത്തനങ്ങളെയും സ്വാധീനിച്ചത് കൊച്ചുത്രേസ്യയുടെ വിശുദ്ധിയും ലാളിത്യവും മിഷൻ ചൈതന്യവുമായിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.